പ്രേമം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് പ്രേമിച്ചത് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഖൽബിൽ നിന്ന് അതാണ് പോയി കിട്ടില്ല, അതവിടെ കിടക്കും, അങ്ങനെ കിടക്കും. അതായത് സ്വർഗം കിട്ടണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ നബിയെ പ്രേമിച്ചല്ല. എന്താണ് സ്വർഗം, എന്താണ് നരകം എന്നൊക്കെ അറിയുന്നതിന് മുമ്പ് എനിക്ക് നബിയോടുള്ള പ്രേമം എത്തിയിട്ടുണ്ട്. എന്താണ് അല്ലാഹുവിന്റെ ശിക്ഷ, എന്താണ് നരകം, എന്താണ് അതൊന്നും എനിക്കറിയാത്ത കാലം, അക്കാലത്ത് നബിയോടുള്ള പ്രേമം എൻ്റെ ഖൽബിൽ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അബ്ദിന് കൊടുക്കുന്ന ഒരു തൗഫീഖാണ്, ഇതൊരു തൗഫീഖാണ്. അങ്ങനെ നബിയെ പ്രേമിക്കാൻ കഴിയൽ ഒരു തൗഫീഖാണ്. അത് ഉമ്മാക്ക് വേണ്ടിയോ ബാപ്പാക്ക് വേണ്ടിയുള്ള പ്രേമല്ല, മദ്രസയിലെ ഉസ്താദിന് വേണ്ടിയുള്ള പ്രേമമല്ല. പിന്നെന്താണ്? അത് ഖൽബിലുണ്ട് വന്നുപോയി. ആരാണ് ആ ഖൽബിൽ അത് ഇട്ട് കൊടുക്കുക? അത് റബ്ബ് സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട ആളുകളെ ഖൽബിലേക്ക് ഇട്ട് കൊടുക്കും. അത് അല്ലാഹുവിന്റെ ഒരു തൗഫീഖാണ്. ആ ആളുകൾക്ക് മാത്രമേ ഇങ്ങനത്തെ നന്മകളൊക്കെ ഇവിടെ ചെയ്യാനും കഴിയൂ, അല്ലാതെ കഴിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ നബിയോട് ഇഷ്ടമുണ്ടെങ്കിലും ആ ഇഷ്ടവും വലുതുമായി ബന്ധപ്പെട്ടത്, നരകവുമായി ബന്ധപ്പെട്ടത്, സ്വർഗവുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഷഫാഅത്തുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഹൗദുൽ കൗസറുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ സിറാത്ത് പാലത്തിന്റെ രക്ഷപ്പെടുത്തലുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ നബിയെ മനസ്സിലാക്കുന്ന തന്നെ മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദിൻ, നാളെ എല്ലാവരെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ആൾ എന്ന നിലക്ക് ബന്ധപ്പെട്ടതാണ്. അതൊന്നുമല്ല കവിയുടെ മനസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒക്കെ രണ്ടാം നമ്പർ. ഒരു മുക്കാഫാത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു പകരം എന്ന നിലക്ക് ഓരോന്നിനും അങ്ങനെ അങ്ങനെ ഒരു കാരണം അങ്ങനെ തന്നു എന്ന പേരിൽ അന്നവും വെള്ളവും ഭക്ഷണവും ഒക്കെ തന്ന ഒരാളാണ് നിലക്ക് ബാപ്പനോട് പ്രേമം. ഇതൊന്നുമല്ല കവിക്ക് നബിയോടുള്ള പ്രേമം. എന്താണ് പ്രേമം എന്നറിയുന്നതിന് മുമ്പ് നബിയെ പ്രേമിച്ചു. ഇത് ഖൽബിന്ന് ഒരിക്കലും വിടില്ല. ഫഇന്നി മുഹിബ്ബുൽ മുസ്തഫ, അതുകൊണ്ട് ഞാൻ നബിയെ പ്രേമിക്കുന്ന ആളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മാഗശ, ഒരിക്കലും ഞാൻ നബിയെ ചതിച്ചിട്ടില്ല, ചതിക്കൂല. അത് പ്രേമിക്കാൻ പറയുന്നത് പ്രേമിക്കാതിരിക്കുക, അതെനിക്ക് കഴിയൂല. ഞാൻ നബിയെ മാഗശ ആ പ്രേമം നബിയെ ചതിച്ചിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല. അതായത് ഒരിക്കലും നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മഹബ്ബത്തിഹി, നബിയോടുള്ള പ്രേമത്തിൽ ഒരിക്കലും ഞാൻ വഞ്ചന കാണിച്ചിട്ടില്ല. എനിക്ക് ഉള്ളിൻ്റെ ഹബീബായ നബിയെ അത്ര ഇഷ്ടപ്പെട്ടാണ്. ചതിച്ചിട്ടില്ല എന്നർത്ഥം, വഞ്ചിച്ചിട്ടില്ല. തീർച്ചയായും ഞാൻ മുഹിബ്ബുൽ മുസ്തഫ നബിയെ പ്രേമിക്കുന്ന ആളാണ്. അദ്ദഹ, ഈ കാലം അത്രയും, മാവശ, ചതിച്ചിട്ടേയില്ല, ചതിക്കുകയുമില്ല. عليه صلاة ربه حق قدره بها حيثما ألقى الأمين العلي بشاء. عليه നബിയുടെ മേൽ ഉണ്ടാട്ട സ്വലാത്ത് റബ്ബി, റബ്ബിന്റെ സ്വലാത്ത് ഖദരി, നബിയുടെ ഖദർ അനുസരിച്ച്, നബിക്ക് അള്ളാഹു നിശ്ചയിച്ച ഖദർ അനുസരിച്ച്, അത് എത്രയും നമുക്ക് പറയാൻ കഴിയില്ല. അത്രയും സ്വലാത്ത് അള്ളാഹു നബിക്ക് മേൽ ചൊരിഞ്ഞു കൊടുക്കട്ടെ. ബിഹാ, ആ സ്വലാത്ത് കൊണ്ട് ഹൈത്മാ അൽഖാ അമീൻ അൽ അലി, ഹൈത്മാ അൽഖാ ഞാൻ കണ്ടെത്തുമ്പോഴെല്ലാം അമീനായ അൽ അലി, ഏറ്റവും ഉന്നതനായ റസൂലുള്ളാഹിനെ ഞാൻ കണ്ടെത്തുമ്പോഴെല്ലാം ബഷ, നബി എന്നോട് പുഞ്ചിരിക്കാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ഈ ഒരു പ്രേമത്തിന്റെയും സ്വലാത്തിന്റെയും ഒരു അന്തരഫലമാണ് നബിയും ഞാനും നമ്മൾ കണ്ടുമുട്ടൽ. ആ കണ്ടുമുട്ടൽ യഖ്ളത്തിലുമാകാം മനാമിലുമാകാം. അപ്പോഴെല്ലാം ദേഷ്യപ്പെട്ട് നബി എൻ്റെ മുന്നിൽ നിന്നിട്ടേയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, ചിരിച്ചിട്ടല്ലാതെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ഇതൊരു ഇഷാറത്താണ്, നബിയെ കവി എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതിലേക്കുള്ള ഇഷാറത്താണ്. ബഷ, നബി ചിരിച്ചിട്ടുണ്ട്. ആ സ്വലാത്ത് കാരണമായിട്ട് ഹൈസുമ അൽഖാ, ഞാൻ കണ്ടുമുട്ടുമ്പോഴെല്ലാം അൽ അമീന, അൽ അമീനിനെ ഞാൻ കണ്ടുമുട്ടുമ്പോഴെല്ലാം, അൽ അലി, ഏറ്റവും മേലെയായ പുണ്യ റസൂലിനെ ഞാൻ കണ്ടുമുട്ടുമ്പോഴെല്ലാം ബഷ, നബി ചിരിച്ചിട്ടുണ്ട്. അതായത് കവി സ്വപ്നത്തിലാകണമെങ്കിലും യഖ്ളത്തിലാണെങ്കിലും നേരിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഹബീബായ റസൂലുള്ളാഹിനെ കാണുന്ന ആളാണ് കവി. അപ്പോഴെല്ലാം റസൂലുള്ളാഹി ചിരിച്ചിട്ടേ ഉള്ളൂ. നബി മുഖം കൂട്ടി പോയിട്ടില്ല, പകുതി മുഖത്തിൽ കണ്ടിട്ടില്ല, അങ്ങനെയൊന്നുമില്ല. നമ്മൾ നബി നമ്മളെ ഖൽബിൽ എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കും നബിയും നമ്മളും തമ്മിലുള്ള ബന്ധം. നബി നമ്മളെ ഖൽബിൽ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമുക്ക് എളുപ്പത്തിൽ നബിയെ കണ്ടെത്താൻ കഴിയും. കണ്ണടച്ചാൽ
കണ്ണടക്കുന്നതോടുകൂടെ റസൂലുള്ള വരുന്ന എത്രയോ ആളുകൾ ഇന്നും ലോകത്തുണ്ട്. കണ്ണടച്ചാൽ റസൂലുള്ള വരും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എന്ത് കാരണം? അത് അത്രയും വലിയ ആത്മാർത്ഥമാണ് അവരും നബിയും തമ്മിലുള്ള ബന്ധം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലൈഹി സ്വലാത്തു റബ്ബിഹി ഹഖ ഖദ്രിഹി ബിഹാ ഹൈത്മാ അൽഖൽ അമീനൽ അലി ബശ്ശാ. ആ നബിയുടെ മേലുണ്ടാകുന്ന സ്വലാത്തു റബ്ബി, ആ നബിയുടെ റബ്ബിന്റെ സ്വലാത്ത് ഹഖ ഖദ്രി, നബിയുടെ ഖദർ അനുസരിച്ച്, ആ ഖദറിന്റെ യാഥാർത്ഥ്യം അനുസരിച്ച്, നബിയുടെ മഹത്വത്തിന്റെ അളവനുസരിച്ച്, അതിന്റെ ഹക്ക് അനുസരിച്ച്, എത്ര നമുക്ക് പറയാൻ കഴിയില്ല, അളവനുസരിച്ച്. ആ സ്വലാത്ത് കൊണ്ട് ഹൈത്മാ അൽഖാ, ഞാൻ കണ്ടുമുട്ടുമ്പോഴെല്ലാം ആരെ? അല്ലമീനിനെ, അല്ല അലി, ഏറ്റവും മേലെയായ പുണ്യ റസൂലിനെ ഞാൻ കണ്ടുമുട്ടുമ്പോഴെല്ലാം ബശ്ശാ, റസൂൽ എന്നോട് ചിരിച്ചിട്ടുണ്ട്, പുഞ്ചിരിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലൈഹി സ്വലാത്തു റബ്ബിഹി ഹഖ ഖദ്രിഹി മദദ്ദഹിരി മിൻ അബ്ദിൻ ഖദീമിൻ ലഹു ഹശ്ശാ. അലൈഹി നബിയുടെ മേൽ ഉണ്ടാകട്ടെ സ്വലാത്തു റബ്ബി, റബ്ബിന്റെ സ്വലാത്ത്. ഹഖ ഖദ്രി, നബിയുടെ ഖദർ അനുസരിച്ച് തന്നെ മദദ്ദഹിരി, കാലമായ കാലമെല്ലാം ഉണ്ടാവട്ടെ. മിൻ അബ്ദിൻ, ഒരു അടിമയിൽ നിന്ന്, ഖദീമിൻ ലഹു, നബിക്ക് ദാസനായ നബി എന്നെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. അതായത് ഞാനും നബിയും തമ്മിൽ എപ്പോൾ കാണുമ്പോഴും നബി എന്നെ സ്വാഗതം ചെയ്തിട്ടുണ്ട്, സന്തോഷം പറഞ്ഞിട്ടുണ്ട്. മർഹബ, മർഹബ തർഹീബ്, സ്വാഗതം പറഞ്ഞാൽ ഹഷ എന്ന് പറയാം. ലൈഹി സ്വലാത്തു റബ്ബിഹി ഹഖ ഖദ്രിഹി മദദ്ദഹിരി മിൻ അബ്ദിൻ ഖദീമിൻ ലഹു ഹശ്ശാ. നബിയുടെ മേലുണ്ടാകട്ടെ സ്വലാത്തു റബ്ബി, റബ്ബിന്റെ സ്വലാത്ത് ഹഖ ഖദ്രി, ആ നബിയുടെ ഖദറിൻ അനുസരിച്ച്. മദദ്ദഹിരി, കാലമായ കാലമെല്ലാം ഉണ്ടാകട്ടെ മിൻ അബ്ദിൻ, ഒരു ദാസനിൽ നിന്ന്. ഈ ദാസൻ എന്നതുകൊണ്ട് ഇവിടെ കവി ഉദ്ദേശിച്ച കവിയെ തന്നെ. ഏത് ദാസൻ? ഖദീമിൻ ലഹു, നബിക്ക് സേവകനായ ദാസൻ, നബിയുടെ സേവകനായ ദാസൻ ഞാനാണ്. ഹശ്ശാ, നബി എന്നോട് സ്വാഗതം പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കാണുമ്പോഴും നബി സ്വാഗതം സ്വാഗതം, മർഹബ മർഹബ എന്നോട് പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലൈഹി സ്വലാത്തുല്ലാഹി സുമ്മ സലാമുഹു സ്വലാത്തൻ തസീനുൽ അബ്ദ വഖ്റുസ വന്നഖ്ശാ. അലൈഹി നബിയുടെ മേൽ ഉണ്ടാകട്ടെ സ്വലാത്തുല്ലാഹി, അല്ലാഹുവിന്റെ സ്വലാത്ത്, സുമ്മ സലാമുഹു, അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ. സ്വലാത്തിന് ഒരു സ്വലാത്ത്, തസീനു, അത് ഭംഗിപ്പെടുത്തും, അൽ അബ്ദ, എന്നെ, അബ്ദായ എന്നെ അത് ഭംഗിപ്പെടുത്തും. വഖ്റുസ, ഞാൻ എഴുതുന്ന കടലാസിനെയും, വന്നഖ്ശ, ഞാൻ എഴുതുന്ന വരികളെയും. ഞാൻ എഴുതുന്ന കടലാസിനെയും ആ കടലാസിൽ എന്ന വ്യക്തികളെയും ഭംഗിപ്പെടുത്തുന്നത് റസൂലിന്റെ സ്വലാത്ത്. ആ നബിയുടെ മേലുണ്ടാകട്ടെ സ്വലാത്തുല്ലാഹി, അല്ലാഹുവിന്റെ സ്വലാത്ത്, സുമ്മസ്സലാം, അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ. സ്വലാത്തിന് ഒരു സ്വലാത്ത് തസീനും, ആ സ്വലാത്ത് ഭംഗിപ്പെടുത്തും അബ്ദ, ദാസനായ എന്നെ, വഖ്റുസ, എന്റെ കടലാസിനെയും, വന്നഖ്ശ, ഞാൻ എഴുതുന്ന വരികളെയും. അതായത് ഈ സന്തോഷം, ഞാൻ അനുഭവിക്കുന്ന സന്തോഷം, എൻ്റെ കടലാസിലേക്ക് എനിക്ക് ഇത്ര മനോഹരമായ കവിത എഴുതാൻ കഴിയുന്നത്, അതൊക്കെ പുണ്യ റസൂലിനോടുള്ള ആ പ്രേമമാണ്. ആ പുണ്യ റസൂലിന്റെ സ്വലാത്തിന്റെ മഹത്വമാണ്. സദാ 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 സമയവും ഇതന്നെയാണ്. എനിക്ക് കിട്ടുന്ന നേട്ടങ്ങളെല്ലാം ആ സ്വലാത്ത് കൊണ്ടാണ്. ഏത് നേട്ടവും സ്വലാത്താണ് അടിസ്ഥാന കാരണം. അള്ളാഹിന്റെ ഹബീബിന്റെ സാന്നിധ്യം ഒരു മനുഷ്യന് എല്ലാ ഭംഗിയും കൊടുക്കും. അത് കാരണം വേറെ ഉദാഹരണം പറയാം. ഒരു ജ്യേഷ്ഠനും അനുജനും ഉണ്ടായിരുന്നു. ജ്യേഷ്ഠൻ കാര്യങ്ങളൊക്കെ നോക്കും, തോട്ടം നന്നാക്കും, പണിയെടുക്കും, അധ്വാനിക്കും. അനുജനോ പള്ളിയിൽ വന്ന് നബിയൊപ്പം ഇരിക്കും. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ജ്യേഷ്ഠന് ദേഷ്യം വന്നു. ജ്യേഷ്ഠൻ നബിയോട് വന്ന് പറഞ്ഞു, നബിയെ, എൻ്റെ അനുജൻ, അവൻ പള്ളി വിട്ടു പോരില്ല, അവൻ എപ്പോഴും നിങ്ങളെ കൂടെ, വീട്ടിലെ പണിയെ നോക്കൂല. അപ്പൊ റസൂലുള്ള ചോദിച്ചു, അല്ല വീട്ടില് കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കണില്ലേ? അതേ നടക്കുന്നുണ്ട്, പക്ഷെ ഇവനും കൂടി വന്നാൽ എത്ര വലിയ മഹത്വമാണ്. അപ്പോൾ ഹബീബ നബി പറഞ്ഞു, നിനക്ക് കിട്ടിയത് കൊണ്ട് ബർക്കത്ത്. അതായത് ഇപ്പോൾ പെരിയിലെ കാര്യം നന്നായി നടക്കാനുള്ള കാരണം അവൻ ഇവിടെ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട്.
ഇവിടുന്ന് പോയാൽ ആ റഹ്മത്ത് കൂടല്ലേ? ഇപ്പൊ മര്യാദക്ക് കുടുംബം കഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഈ വിചാരിക്കണം ഈ പണിയെടുത്തിട്ടാണ് കുടുംബം കഴിഞ്ഞു വെക്കുന്നത്. ഈ പണിയെടുത്തിട്ടല്ല. നിനക്ക് ലഭിക്കുന്നത് ആരെ കൊണ്ടാണ്? കാരണം അവൻ ഇവിടെ നിന്റെ ഒപ്പം കൂടും. അപ്പൊ അവൻ ഇവിടെ ഇരിക്കുന്ന ഒരു ബറക്കത്ത് നിങ്ങൾക്ക് അവിടെ പേരിലുണ്ടോ? അപ്പൊ ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ബറക്കത്തിന്റെ കേന്ദ്രം ആരാണ്? ഹബീബ നബിയാണ്. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അലൈഹി സ്വലാത്തുല്ലാഹി സുമ്മ സലാമുഹു സ്വലാത്തൻ തസീനുൽ അബ്ദ വത്തുറസ വന്നഫ്ശാ. അലൈഹി സ്വലാത്തുല്ലാഹി സുമ്മ സലാം. അല്ലാഹു സ്വലാത്തു സലാമു ഹബീബ നബിക്ക് ഉണ്ടാകട്ടെ. സ്വലാത്തൻ ഒരു സ്വലാത്ത് തസീനു, അത് ഭംഗിപ്പെടുത്തുമല്ല അബ്ദ എന്നെ, വത്തുറസ എന്റെ കടലാസിനെയും വന്നഫ്ശ അതിൽ ഞാൻ എഴുതുന്ന വരിയെയും ഒക്കെ ഭംഗിപ്പെടാനുള്ള കാരണം എന്താ? ഞാൻ സദാസമയവും എന്റെ പ്രേമവും എന്റെ സന്തോഷവും എന്റെ മഹബത്തും എന്റെ മധുഹും ആരുമേൽ ചൊരിയുന്നു? അല്ല, എന്റെ കഴിവല്ല, എന്റെ കഴിവല്ല ഇത്. ഈ കവിത ഇത്ര മനോഹരമായത് എന്റെ കഴിവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ മാത്രം സമർപ്പിക്കുമ്പോൾ കിട്ടുന്ന വാർത്തല്ല. فمن عاش يوما باحتراف وحكمتي فإني بذكر للحبيب يرى العيشاء. فمن ഏതൊരാൾ ആശ ജീവിക്കുന്നുവെന്നിരിക്കട്ടെ, യൗമൻ ഇന്നത്തെ കാലത്ത്, ബിഹ്തിറാഫിൻ ഒരു തൊഴിലുകൊണ്ട്, വഹിക്മത്തിൻ ഒരു പഠനം കൊണ്ട്, ഒരു വിജ്ഞാനം, ഒരു തൊഴില്, അതുകൊണ്ടൊക്കെയാണ് ഇന്ന് ജനങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഇനി തീർച്ചയായും ഞാൻ ദിക്രിൽ ഹബീബി, ഹബീബ നബിയെ പറയുന്നത് കൊണ്ടാണ് അറ കാണുന്നത് അൽ ആയിഷ ജീവിതത്തെ. അതായത് എന്റെ ജീവിതം കഴിഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? നബിക്ക് മതി ഇതുകൊണ്ട്. സെനഗലിലെ ആരും അറിയാത്തൊരു ഗ്രാമത്തിൽ കഴിഞ്ഞുകൂടുന്ന ഓടിയിരുന്ന മനുഷ്യനെ രാജാക്കന്മാർ മുഴുവനും അവരുടെ കൊട്ടാരങ്ങളിൽ സ്വീകരിച്ചു. എന്താ ഈ പറയുന്ന മനുഷ്യൻ വലിയൊരു യൂറോപ്യൻ വിദ്യാഭ്യാസമോ മറ്റോ ഒക്കെ ഉള്ള ആളാണോ? സെനഗൽ എന്ന് പറഞ്ഞാൽ ഒരു ദരിദ്രനാണ്, ഇന്നും ദരിദ്രനാണ്. അവിടുന്ന് 8600 കിലോമീറ്റർ ഉണ്ട് മക്കത്തേക്ക്. മക്കയിലെ രാജാവും മദീന രാജാവും എവിടെ മക്കയിലെയും മദീനയിലെയും രാജാവും എവിടെയും ഏതൊക്കെ നാട്ടിലെ കൊട്ടാരങ്ങളും, മിസ്രിലെ ഭരണാധികാരിയും നൈജീരിയയിലെ ഭരണാധികാരി, ലോകത്തിന്റെ നാനാഭാഗത്തെ ജനങ്ങളും ആ മനുഷ്യനെ സ്വീകരിച്ചു. ആ മനുഷ്യന്റെ കയ്യിൽ അങ്ങനത്തെ ഒരു എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ആ മനുഷ്യന്റെ ആയുസ് ഹബീബ നബിക്ക് സമർപ്പിച്ചു. അപ്പോൾ എല്ലാവരും സ്വീകരിച്ചു. എല്ലാവരും തൊഴിൽ കൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ, ജീവിതത്തിലെ വരുമാനങ്ങളെ നേടുന്നതെങ്കിൽ, ഞാനും ഈ ഭംഗിയായി നടക്കുന്നത് സുൽത്താന മഹബത്തോണ്ട്. അതായത് സലാത്തല്ലി പൈസ ഉണ്ടാക്കാന്നല്ല. അതായത് എനിക്ക് ഒരു ജീവിതം കിട്ടിയത് റസൂലുള്ളാഹിനെ പറഞ്ഞാണ്. വേറെ ഒന്നും എനിക്കൊണ്ട് വേണ്ടേനും, എനിക്ക് മറ്റൊന്നും വേണ്ട. എനിക്ക് റസൂലുള്ളാഹി فمن عاش يوما باحتراف وحكمتي فإني بذكر الحبيب يرى العيشاء. فمن ഏതൊരാൾ ആയിഷ ജീവിച്ചു എന്നിരിക്കട്ടെ, യൗമൻ ഇന്നത്തെ കാലത്ത്, ബിഹ്തിറാഫിൻ തൊഴിൽ കൊണ്ടും, വഹിക്മത്തിൻ ജ്ഞാനം കൊണ്ടും, വിജ്ഞാനം കൊണ്ടും തൊഴിൽ കൊണ്ടും ആണ് ഏതൊരാൾ ഇന്ന് ജീവിക്കുന്നതെങ്കിൽ ഫഇന്നി തീർച്ചയായും ഞാൻ ബിദിക്രിൽ മുസ്തഫ ബിദിക്രിൽ ഹബീബ്, ഹബീബ നബിയെ പറഞ്ഞത് കൊണ്ടാണ് അറാ കാണുന്നത് അൽ ആയിഷ ജീവിതത്തെ. എന്റെ ജീവിതം റസൂലുള്ളാഹിനെ പറഞ്ഞുകൊണ്ടാണ്. എനിക്ക് വേറെ തൊഴിലും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. എവിടുന്ന് ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഒന്നും വേണ്ടാത്തതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞില്ല. രാജാവ് ചെക്ക് കൊടുത്തപ്പോൾ രാജാവിനോടുള്ള എതിര് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങി. ബ്ലാങ്ക് ചെക്ക് രാജാവ് കൊടുക്കുക. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ആ ബാങ്കിലുള്ള പൈസ മുഴുവൻ എഴുതിയെടുത്താലും എനിക്ക് സന്തോഷം എന്നില്ല. ഇബ്രാഹിം യാസിൽ കൗലാഹി തങ്ങൾക്ക് ഒരിക്കൽ സൗദിയിലെ രാജാവ് ബ്ലാങ്ക് ചെക്ക് എഴുതി ഒപ്പിട്ടു. ഒരു ബ്ലാങ്ക് ചെക്ക് എഴുതി ഒപ്പിട്ടു. ഒപ്പിട്ടു കൊടുത്തു ബ്ലാങ്ക് ചെക്ക്. അതായത് ഇനി 100 കോടി 1000 കോടി ഡോളർ ഇദ്ദേഹത്തിന് എഴുതാം. അപ്പൊ രാജാവിനോടുള്ളൊരു എതിര് പറയാനാവില്ല എന്ന് വിചാരിച്ച് ആ ചെക്ക് വാങ്ങി. പിന്നെ ആ ചെക്കും കൊണ്ട് വന്ന് തവാഫ് ചെയ്തു. പിന്നെ പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വരുമ്പോൾ ഒരു കട കണ്ടു, ഒരു കിതാബ് വെക്കുന്ന കട കണ്ടു. ആ കടയ്ക്ക്
ഒരു കിതാബ്, ചെറിയൊരു കിതാബ് നോക്കി 5 റിയാൽ അച്ചക്കട കൊടുത്തു. 5 റിയാൽ 5 റിയാൽ രാജാവ് തന്ന ചെക്ക് കൊടുത്തു. എത്രക്ക്? 5 റിയാൽ. ആ കിതാബ് വാങ്ങിപ്പോയി. രാജാവ് സ്വീകരിച്ചില്ല എന്ന് വേണ്ട. എന്തുകൊണ്ട്? അള്ളാന്റെ ഹബീബുമായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒന്നും ആവശ്യമില്ല. എന്താണ് അവർക്ക് ആവശ്യം? നമുക്കിപ്പോ ജീവിതത്തിന് ഒരു പ്രയാസകരമായി തോന്നുന്നത് അള്ളാഹു റസൂൽ നമ്മളെ കൂടെ ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെ? അങ്ങനെയല്ലേ? അള്ളാഹും റസൂലും കൂടെ ഇല്ല. അള്ളാഹു റസൂലും കൂടെ ഇല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പ്രയാസം ഉണ്ടാവും, അയാൾക്ക് ക്ഷീണം ഉണ്ടാവും, അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അയാൾക്ക് ദാരിദ്ര്യം ഉണ്ടാവും, അയാൾക്ക് പലതുണ്ടാവും. അള്ളാഹു റസൂൽ കൂടെ എന്താണ്? നോട്ട് കൈകൊണ്ട് തുളത്ത ആളുകളെ ₹1 ആരും കൊടുത്താലും വാങ്ങൂല, അയാൾക്കില്ല, വാങ്ങൂല. ആത്താ ജീവിച്ചു മരിച്ചു, നോട്ട് കൈകൊണ്ട് തുളത്ത ആൾ ഒന്നും വേണ്ട. എന്തേ? അവർക്ക് അള്ളാഹു റസൂലുണ്ട്. അള്ളാഹു റസൂലിന്റെ ആവശ്യമില്ല, ഒന്നും വേണ്ട. ചിന്തിച്ചു നോക്കി അങ്ങനത്തെ ആളുകളെ. ആന, 2 തരം ആന ഉണ്ട്. ഒരാന കാട്ടിലാന, ഒരാൾ നാട്ടില. കാട്ടിലെ ആന പട്ടിണി മരിക്കൂല. നാട്ടിലെ ആന യജമാനൻ കെട്ടിട്ട് ഗൾഫ് പോയാൽ പട്ടിണി മരിക്കും. കാരണം കാട്ടിലെ ആന അവലംബം പടച്ചോന, നാട്ടിലെ ആനന്റെ അവലംബം ഇരുകാലിയായ മനുഷ്യൻ. അതിന്റെ കാരണം ചിന്തിച്ചു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ ഏറ്റവും ഭക്ഷണം കഴിക്കുന്ന ജീവി ഉറുമ്പാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ജീവി ഉറുമ്പ്. ലോകത്തെ ഏറ്റവും കനമുള്ള വർഗവും ഉറുമ്പാണ്. ലോകത്തെ എല്ലാ ആനകളെയും ഒരു തട്ടിലും, ലോകത്തെ ഉറുമ്പുകൾ ഒരു തട്ടിലും തൂക്കുകയാണെങ്കിൽ ഏറ്റവും കനം ഉറുമ്പിന് തട്ടിലായിരിക്കും. ഇതൊരു പഠനമാണ്, വെറുതെ പറയില്ല, പഠനം. ലോകത്തുള്ള എല്ലാ ഉറുമ്പിനെയും തുലാസിന് തട്ടി വെച്ചു. ലോകത്തുള്ള എല്ലാ ആനകളെയും ഒരു തട്ടിലും വെച്ചാൽ ഉറുമ്പിനുണ്ട്. അത്രയാണ് ഉറുമ്പ്. അവറ്റകൾക്കൊക്കെ ഭക്ഷണം നന്നായിട്ടൊന്നും പട്ടിണി എടുത്ത് മരിക്കില്ല. പട്ടിണി കിടന്നും മരിക്കും ചിലപ്പോൾ മനുഷ്യൻ. എന്തുകൊണ്ട്? മനുഷ്യനെ തന്നെ അവലംബിക്കണം. അള്ളാഹു അവലംബിച്ചാൽ ഉണ്ടാവില്ല, പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ അള്ളാഹു ആ അടിമയുടെ കൂടെ ഉണ്ടാവും. കുടുങ്ങിയ നേരത്തെ അള്ളാണ്ട് എന്നാണ് പറയുക. നമ്മൾ പറ്റ കുടുങ്ങിയെന്ന് പറയും എന്റെ റബ്ബുണ്ട്. പിന്നെ അവസാനം ഒന്നിനും കഴിയാത്തൊരു കള്ളിക്ക് പറയുന്ന വർത്താനം ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ, അതെന്നല്ല എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാ നാട്ടും മുട്ടി നമ്മൾ പറയും എനിക്ക് റബ്ബുണ്ട്. അത് അവസാനത്തെ ഒരു വർത്താനം. ഇത് ജനങ്ങളെ മുന്നിൽ വലുതാക്കാനുള്ള വാക്കാണ്. എല്ലായിടത്തും അവനെ തോൽപ്പിക്കപ്പെട്ടാൽ എനിക്ക് റബ്ബുണ്ടല്ലോ എന്ന് പറയും. അവന് റബ്ബ് വേണം, റബ്ബിന്റെ കൂടെ അവൻ നിൽക്കണം. എപ്പോൾ നിൽക്കണം? എല്ലാത്തിലും, സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും റബ്ബ് എന്ന ബോധമുണ്ടെങ്കിൽ പരാജയപ്പെടും. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് ഒരു മനുഷ്യന്റെ കൂടെ ഉണ്ടാവും. ومن عاش يوما باحتراف وحكمة فإني بذكر الحبيب يرى العيشاء. ومن ഏതൊരാൾ ആശ ജീവിച്ചു വന്നിരിക്കട്ടെ യൗമൻ, ഇന്നത്തെ കാലത്ത്, ബിഹ്തിറാഫിൻ തൊഴിൽ കൊണ്ടും വഹിക്മത്തിൻ ജ്ഞാനം കൊണ്ടും, فإني بذكر الحبيب يرى العيشاء. فإني തീർച്ചയായും ഞാൻ ബിദിക്രിൽ ഹബീബി, ഹബീബ നബിയെ പറയുന്നത് കൊണ്ട് ആറാ കാണുന്നു അൽ ഐഷ, ജീവിതത്തെ. എനിക്ക് റസൂലുള്ളാഹി മതി. ഞാൻ റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്ന് ഞാൻ രക്ഷപ്പെടും. ദുനിയാവിൽ രക്ഷപ്പെടും, ആഖിറത്തിൽ രക്ഷപ്പെടും. അത്രയേ ഉള്ളൂ. ഇതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അമൽ ഉണ്ടാകലില്ല, അതൊക്കെ ഒരുപോലെയാണ്. അമലൊന്നും എൻ്റെ വിഷയമല്ല. എവിടെയോ പറയുന്നുണ്ട് ഒരു സ്ഥലത്ത്
നോക്കി. ദുനിയാവിലെ ജീവിതം മാത്രമല്ല, ആഖിറത്തിലെ ജീവിതം. എനിക്ക് അമലുണ്ട് ഇല്ല, അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം അമലുണ്ട്. എനിക്ക് അമലുണ്ടായാലും വേണ്ടില്ല, അമലില്ലെങ്കിലും എന്റെ കുറച്ച് നേരത്തെ പറയുന്നുണ്ട്. എനിക്ക് അമലുണ്ടാകലും അമലില്ലാതായാലും ഒക്കെ ഒരുപോലെയാണ്. ഞാൻ അമലുണ്ടായതുകൊണ്ട് ഞാൻ നേടുമെന്നോ അമലില്ലെങ്കിൽ ഞാൻ പരാജയപ്പെടുമെന്നോ അതൊന്നും എനിക്കില്ല. രണ്ടും സമമാണെന്ന് പറഞ്ഞൊരു വരിയൊക്കെ ഉണ്ട് ഇതില്. എനിക്ക് അമലുണ്ടായാലും അമലില്ലെങ്കിലും എൻ്റെ ജീവിതം ഒരുപോലെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അമലുണ്ടായത് കൊണ്ട് ഞാൻ നേടുമെന്നോ അമലില്ലെങ്കിൽ ഞാൻ പൊളിഞ്ഞു പോകുമെന്നോ അങ്ങനെയൊന്നും എൻ്റെ കാര്യത്തിലില്ല. കാരണം എനിക്ക് അല്ലാഹുവിൻ്റെ ഹബീബ് മദീ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. ഞാൻ പിന്നെ കാണിച്ചു തരുന്നത്. എല്ലാം എനിക്ക് ഒരുപോലെയാണ്. അമലുണ്ടായാലും അമലില്ലെങ്കിലും ഒരുപോലെയാണ് എന്ന്. എന്തുകൊണ്ട്? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്രയിക്കുന്ന, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഊരക്ക് പിടിച്ചിട്ട് രക്ഷപ്പെടാൻ നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്ത് അമലുണ്ടായാലെന്ത് അമലില്ലെങ്കിൽ എന്ത്? എത്ര പേജാണ്? ولا تجزني يا ربي فعلي سيئا ولا حسنا بل بالجمال المقدس. അതൊരു വരിയാണ്. ليس سوى أن يضربت بفضله معدا لهذا فجبل الكسر وعكسي ولا تجزني يا ربي فعلي سيئا ولا حسنا بل بالجمال المقدس. ولا تجزني എനിക്ക് നീ പ്രതിഫലം തരരുത് റബ്ബേ, റബ്ബിന്റെ റബ്ബേ, ഫിഅലിയ എൻ്റെ കർമ്മത്തിന് സയ്യിഅൻ വലാ ഹസന, അത് ചീത്തയാണെങ്കിലും അത് നന്മയാണെങ്കിലും നന്മക്കൊരു പ്രതിഫലം തരരുത്. ബിൽ ജമാലിൽ മുഖദ്ദസി, പരിശുദ്ധമാക്കപ്പെട്ട ആഴവിനെ കൊണ്ടല്ലാതെ എനിക്ക് നീ പ്രതിഫലം തരരുത്. ഭയങ്കരം വർത്താനതൊക്കെ. അതിപ്പോ കഴിഞ്ഞ വരിയല്ലേ, ഇപ്പൊ കഴിഞ്ഞ പേജാണ്. എനിക്കൊന്നും വേണ്ട, എനിക്ക് എൻ്റെ അമലുകൾക്ക് പ്രതിഫലം വേണ്ട. എനിക്ക് നീ പ്രതിഫലം തരരുത് റബ്ബിന്റെ റബ്ബ്, ഫിഅലിയ എൻ്റെ കർമ്മത്തിന്, സയ്യിഅൻ ചീത്തയാണെങ്കിലും പ്രതിഫലം തരരുത്, വലാ ഹസന നന്മയാണെങ്കിൽ പ്രതിഫലം തരരുത്. ബൽ ബിൽ ജമാലിൽ മുഖദ്ദസിയ, പരിശുദ്ധമാക്കപ്പെട്ട അഴകായ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹിനെ കൊണ്ടല്ലാതെ നീ എനിക്കൊന്നും തരണ്ട, ഒന്നും എനിക്ക് വേണ്ട. റസൂലുള്ളാഹിനെ കൊണ്ട്. അതായത് ഞാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ അപ്പുറത്തേക്ക് ഞാൻ ചിന്തിച്ചിട്ടില്ല. أفوض أمري للإله مؤسسا شؤوني بخير الخلق خير مؤسس. എൻ്റെ കാര്യം ഞാൻ എന്നെ ഏൽപ്പിച്ചു. മുഅസ്സിസൻ ശുഊനി, എൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഞാൻ അടിത്തറയിട്ട് ബിഖൈറിൽ ഖൽഖി, ഖൈറുൽ ഖൽഖായ ഹബീബ നബിയെ കൊണ്ട്. മാഷാ അല്ലാഹ്, ഭയങ്കര വരികളാണ് ഇതൊക്കെ, ഭയങ്കര വരികളാണ്. വേറെ സ്ഥലത്ത് ഞാൻ റസൂലുള്ളാഹിന്റെ ഊരൊക്കെ പിടിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ സ്ഥലത്ത് ഇതേപോലെ ഒരു സ്ഥലത്തുണ്ട്, ഞാൻ റസൂലുള്ളാഹിന്റെ ഊരൊക്കെ പിടിക്കാൻ നിൽക്കുകയാണ്. എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് റസൂലുള്ളാഹിന്റെ ഊരൊക്കെ പിടിച്ച് രക്ഷപ്പെടണം, അല്ലാതെ എനിക്ക് വേറൊന്നും ഇല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ഊരൊക്കെ പിടിച്ച് രക്ഷപ്പെടുക. فلم يكن يخشى من سواك أميرا يزيد أماني مذاكفته ببابي. 46 رعود عذب إذا راه حسيرا. فبرهام هذا العبد, ഈ അടിമയായ ഇബ്രാഹിം ബിൽഹിഖ്വിലായിദും, റസൂലുള്ളാഹിന്റെ അരയുടുപ്പിനെ അഭയം തേടിയവനാണ്. ഞാൻ റസൂലുള്ളാഹിന്റെ അരയുടുപ്പിന്, അതായത് ഞാൻ റസൂലുള്ളാഹിന്റെ അരക്കെട്ടിനെ പിടിക്കും, അടിമ പിടിച്ചാണ് രക്ഷപ്പെടാൻ. എത്ര വലിയ
വെള്ളത്തിലും എന്ത് ചെയ്യാം, ബാപ്പാന്റെ ഊരപ്പെട്ടിക്ക് പിടിച്ചിട്ട് മകൻ കഴിച്ചിലാക്കുക. ബാപ്പ നീന്തും, മകൻ ഊരപ്പെട്ടിക്ക് പിടിച്ചു. എന്താ പറഞ്ഞു? ഈ ഇബ്രാഹിം ഈ അടിമയായ ഇബ്രാഹിം ആ അരയുടുപ്പിന്റെ കെട്ടുമേൽ പിടിച്ചിട്ട് നിൽക്കുകയാണ്. ഫലം യഖ്കു യഖ്ഷ, അതുകൊണ്ട് ഞാൻ പേടിക്കൂല. സിവാക്ക, നിങ്ങളല്ലാത്ത അമീറൻ, ഒരു നേതാവിനെയും ഞാൻ പേടിക്കൂല. എനിക്കൊരു വാപ്പാനും പേടിയില്ല. ആരെ മാത്രമേ ഉള്ളൂ, നിങ്ങളെ. യസീദു അമാനി, എന്റെ നിർഭയത്വം അധികരിക്കുകയാണ്. ഞാൻ എഴുത്തിക്കാത്തിരിക്കുന്ന കാലം മുതൽ റസൂലുള്ളാഹിന്റെ വാതിൽക്കൽ ഒരു ശത്രുവിന്റെ പേടി എനിക്കില്ല. ഇത് അറാഹു, ഏത് ശത്രുവിനെയും ഞാൻ കാണുന്നത് ഹസീറൻ, നിന്ദ്യനായിട്ടാണ്. ഏത് ശത്രുവിന്റെ മുന്നിൽ നിന്ദ്യനാണ്. എന്തുകൊണ്ട്? എന്നെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഭയങ്കര ഭയങ്കര വലിയകളാണ്. വല്ലാത്ത വല്ലാത്ത വലിയ. فمن عاش يوما احتراف وحكمتي فإني بذكر للحبيب يرى العيش عليه صلاة الله ثم سلامه به أبدا ألقى الذي يورث الطيشاء. عليه നബിയുടെ മേൽ ഉണ്ടാവട്ടെ സ്വലാത്തുള്ളാഹി, അല്ലാഹുവിന്റെ സ്വലാത്ത്, സുമ്മ സലാം, അല്ലാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ. ബിഹി, ആ സലാത്ത് സലാം കൊണ്ട് അബദൻ, ഏത് കാലത്തും, അൽഖാ, ഞാൻ കണ്ടെത്തിക്കും, അല്ലദീ, ഒന്നിനെ, യൂരിസു അത് എനിക്ക് അനന്തരം തരും. അത്വൈഷ, മുങ്ങലിനെ, നബീലാണ് മുങ്ങ, ഫനാ എന്ന് പറയും. മുരീദ് ഷേഖൽ ഫനാ ആകുക, ഉമ്മത്തിൽപ്പെട്ട ഓരോരുത്തരും റസൂലുള്ളാഹിൽ ഫനാ ആകുക. അത് മുങ്ങനെ, ഞാൻ നബിയിൽ മുങ്ങി, പിന്നെ ഞാനില്ല, നബിയേ ഉള്ളൂ. വെള്ളത്തിൽ മുങ്ങിയാ പിന്നെ വെള്ളല്ലേ ഉള്ളൂ, വ്യക്തിയില്ലല്ലോ, വ്യക്തി ഉള്ളിൽ പോയി. ഉമ്മത്തിൽപ്പെട്ട ഓരോരുത്തരും നബിയിൽ മുങ്ങ. ഇപ്പൊ അവിടെ നബി ബാക്കിയുള്ളൂ, നബിയിൽ മുങ്ങി, നമ്മളെ കാണാനില്ല, നബിനുള്ളിൽ പോയി. മനസ്സിലായോ പറഞ്ഞത്? അതാണ് മുങ്ങൽ. ഇപ്പൊ 10 ആള് വെള്ളത്തിൽ ചാടിയാ മുങ്ങിപ്പോയി നിൽക്കുക, മുങ്ങി. പിന്നെ വെള്ളം മാത്രമല്ലേ കാണാനുള്ളൂ, പിന്നൊന്നുമില്ലല്ലോ. ഒരു പൊങ്ങിയാലേ പോലെ കാണുള്ളൂ. പൊങ്ങാത്ത കാലത്തോളം അവിടെ ഒന്നുമില്ല, വെള്ളം. 10 ആള് വെള്ളത്തിൽ പോയിട്ട് 10 ആള് മരിച്ചു എന്ന് സങ്കല്പിക്കും. പിന്നെ ആരെ കുട്ടികളെ പോയി നോക്കി നിന്നാ ഒന്നും കാണാനില്ല. ആ പുഴയിൽ ആരുമില്ല, ആള് മടങ്ങിപ്പോരും. കാരണം അയാൾ എന്തിനു മാത്രമേ കാണുള്ളൂ, വെള്ളത്തിന്. എന്നതുപോലെയാണ് ഞാൻ നബിയിൽ മുങ്ങി, അപ്പൊ പിന്നെ എന്നെ കാണൂല, ആരെ കാണുള്ളൂ? അലൈഹി സ്വലാത്തുല്ലാഹി സുമ്മ സലാമുഹു ബിഹി, ആ സലാത്ത് സലാം കൊണ്ട്, അല്ലെങ്കിൽ ആ നബിയെ കൊണ്ട്, അബദൻ, ഏത് കാലത്തും, അൽഖാൻ, ഞാൻ കണ്ടെത്തും, അല്ലദീ, ഒരു കാര്യത്തെ, യൂരിസു, അത് അനന്തരം നൽകും, ആ ത്വയ്ശിനെ, മുങ്ങല്, അതുകൊണ്ട് മുങ്ങ, അതുകൊണ്ട് ഫനാ ആകുക, അതുകൊണ്ട് ഇല്ലാതെ ആകുക. ഞാനാണ് നിന്നെ ഇല്ലാതാക്കും, ഞാനാണ് മുങ്ങി, പിന്നെ ഞാനില്ല, മുത്തനബി മാത്രമേ ഉള്ളൂ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അലദ്ദുറത്തിൽ ബൈളാഇ സലമതിഹി സലാത്തൻ വതസ്ലീമൻ തുദീഉ ലനൽ ഉത്ഷാ. അലദ്ദുറത്തിൽ ബൈളാഇ, ആ വെളുത്ത രത്നത്തിന്റെ മേൽ ഉണ്ടാകട്ടെ, അസ്കാ സലാത്തിഹി, അള്ളാഹുവിന്റെ ഏറ്റവും പരിശുദ്ധമായ സലാത്ത്. ദുറത്തുൽ ബൈളാഇ എന്നതുകൊണ്ട് ഉദ്ദേശം അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ്യ, അവ്വലു മാ ഖലഖല്ലാഹു മിൻ ഖൽഖിഹി അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ്യ യാഥാർത്ഥ്യം. അതിനാണ് ആ വെളുത്തരത്നം എന്ന് പറയുന്നത്. ദുറത്തുൽ ബൈളാഇ, വെളുത്തരത്നം. ഈ വെളുത്തരത്നം എന്ന് പറയുന്നത് പുണ്യ റസൂലുള്ളാഹിന്റെ യാഥാർത്ഥ്യത്തെ പറ്റിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ആദ്യത്തെ സൃഷ്ടി. ആ ദുറത്തുൽ ബൈളാഇ, ആ ദുറത്തുൽ ബൈളാഇ ആകുന്ന ഹബീബായ നബിയുടെ മേൽ ഉണ്ടാകട്ടെ അസ്കാ സലാത്തി, അള്ളാഹുവിന്റെ ഏറ്റവും പരിശുദ്ധമായ സലാത്ത്. സലാത്തൻ വതസ്ലീമൻ, സലാത്തായിട്ടും സലാമായിട്ടും, തുളീഉ ലനാ, അത് നമുക്ക് വെളിച്ചം നൽകും, അൽ ഖുത്ഷ, ഏത് ഇരുട്ടിനും. തുളീഉ ലനാ, ആ സലാത്ത് നമുക്ക് വെളിച്ചം കാണിക്കും. എന്തിന്? ലനാ, അത് നമുക്ക്, തുളീഉ ലനാ, നമുക്ക് വെളിച്ചം കാട്ടും. ഈ സ്വലാത്ത് സലാം നമുക്ക് വെളിച്ചം കാട്ടും. എന്തിന്? അൽ ഖുത്ഷ, ഏതു തരം ഇരുട്ടിനും. ഏത് തരം ഇരുട്ടിനും അത് വെളിച്ചം കാട്ടും. ആ വ്യക്തിക്ക് പിന്നെ ഇരുട്ടുണ്ടാവില്ല.
അള്ളാഹുവിന്റെ ഹബീബ് ഒരാളെ കൂടെ ഉണ്ടെങ്കിൽ ഓന് ഇരുട്ടിനെ അഭിമുഖീകരിക്കല്ല. കാരണം ഓനിലാണ് വിളിച്ചത്. അവനിൽ വിളിച്ചിട്ടുണ്ടാവുമ്പോ പിന്നെ അവന് വേറെ വെളിച്ചത്തിന്റെ ആവശ്യമില്ല. അവൻ എവിടേക്ക് ഇരുന്നാലും അവിടെ വിളിച്ചിട്ടുണ്ടാവും. ഈ നിലമ്പൂർ ഭാഗം എന്നൊക്കെ പറഞ്ഞാല് നിലമ്പൂർ ഭാഗത്തെ പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറഞ്ഞാൽ റബ്ബറാണ്. റബ്ബറിന് എന്ത് ചെയ്യുന്നത്, ഒരു 3 മണി നേരത്ത് വന്ന് റബ്ബർ ടാപ്പിങ്ങാര് റബ്ബർ വിട്ടു. എന്തുകൊണ്ട്? നേരം ആയി. അപ്പോൾ ചൂടുണ്ടാവില്ല പുറത്ത്. അതുകൊണ്ട് പാല് ശരിക്കും ഒലിച്ചു വരും. കുറച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ ടെമ്പറേച്ചർ കൂടും. ഭൂമിയുടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ പാല് കട്ടിയാവും. അപ്പോൾ ഒലിക്കൂല. റബ്ബർ വെട്ടാൻ ഏറ്റവും നല്ല വെളുപ്പം കാലത്ത് 3 മണിയാണ്. ആ സമയത്ത് എവിടെയും തണുപ്പായിരിക്കും. തണുപ്പിൽ എന്ത് ചെയ്യും? പാല് മനസ്സിലായി ശരിക്കും ഒലിച്ചു വരും. പകലാണെങ്കിൽ പാല് വീഴുമ്പോൾ പാല് ഉണങ്ങിപ്പോവും. അപ്പൊ 3 മണിക്ക് ആണ് വെട്ടേര് വിട്ടുക. അപ്പൊ അങ്ങനത്തെ സമയത്ത് പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല വെളിച്ചം. അപ്പൊ ഒരു പ്രത്യേക ലൈറ്റ് അവർ ഇവിടെ പിടിപ്പിക്കും. ടോർച്ചല്ല ഇവിടെ. ടോർച്ചാവുമ്പോ പിന്നെ എന്താ വിഷയമെങ്കിൽ ഓൻ അടിക്കണം. ഇതങ്ങനെയല്ല. ഇതിൽ ബാറ്റൊക്കെ കിട്ടിയിട്ട് സ്വിച്ച് ഇട്ടെടുക്കും. ഇനി ഓൻ അതിൽ പോയാലും അവിടെയൊക്കെ എന്തുണ്ടാവും? എന്നെ അറസ്റ്റ് ഒരു താപം പറഞ്ഞതാണ്. അങ്ങോട്ട് വിളിച്ചോ, അങ്ങോട്ട് ഇരുട്ടിനെ കാണുന്നില്ല. നാടാ ഇരുട്ടാണെങ്കിലും ഓനെ വിളിച്ചാണ്. കാരണം ഓന്റെ മേൽ ഘടിപ്പിച്ചിട്ടുണ്ട്. എന്തിനെ? വിളിച്ചതിന്. തന്നെ ഒരു അടിമ. ആ അടിമ റസൂലുള്ളാഹിന്റെ അടിമയാണ് എങ്കിൽ പിന്നെ ഓനെ എവിടെ തിരിഞ്ഞാലും എന്ത് കാണൂല? ഇരുട്ട് കാണൂല. ഇരുട്ട് വിളിച്ചോ. അള്ളാഹ് റസൂലിനെ മേലെ കെട്ടിക്കോ, അള്ളാഹ് റസൂലിനെ മേലെ കെട്ടിക്കോ. എനിക്ക് ഇരുട്ടുണ്ടാവില്ല. ഇരുട്ടാണ്. മനുഷ്യർക്ക് പേടിയാണ്. കുട്ടികൾക്ക് വരെ പേടിയാണ്. ഇരുട്ടിന് പേടിയാണ്. എല്ലാവർക്കും പേടിയാണ്. പക്ഷേ ഒരു അബ്ദിൽ അള്ളാഹ് റസൂൽ ഉണ്ടെങ്കിൽ പേടിയില്ല. കാരണം ഇരുട്ട് കാണുന്നില്ല. ഇരുട്ടേ കാണൂല. ഇരുട്ടിനെ കാണാത്ത ഒരാളില്ലേ? സൂര്യൻ. അത് ഇരുട്ടിനെ കാണൂല. വിചാരിച്ചിട്ട് കാര്യമില്ല. എനിക്ക് ഇരുട്ടിനെന്ന് കാണണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഖിയാമത്ത് നാളിന് എന്ന് കണ്ടെങ്കിലുണ്ട്. സൂര്യൻ എന്ന് പറഞ്ഞ ആള് ആരെ കാണില്ല? കാണില്ല. അയാൾ വെളിച്ചത്തിൽ മുങ്ങിയതാണ്. എവിടെയാണ് അള്ളാഹ് റസൂൽ? അള്ളാഹ് റസൂൽ നീ മുങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് ഒരു ഇരുട്ടുണ്ടാവില്ല. വിളിച്ചിരിക്കും. പിന്നെ ആ വെളുത്ത രക്തത്തിന്റെ മേലുണ്ടാകട്ടെ. അഥവാ അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ, മുഹമ്മദിയ യാഥാർത്ഥ്യം. ഇതാണ് ദുറത്തുൽ ബൈളാ. അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ ദുറത്തുൽ ബൈളാ എന്ന് പറയാറുള്ളത് അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ, മുഹമ്മദിയ യാഥാർത്ഥ്യം. ആ ദുറത്തുൽ ബൈളാ, ആ ഹഖീഖത്തുൽ മുഹമ്മദിയത്തിന്റെ മേലുണ്ടാകട്ടെ അസ്ക സ്വലാത്ത്, അല്ലാഹുവിന്റെ ഏറ്റവും പരിശുദ്ധമായ സ്വലാത്ത്. സ്വലാത്തൻ വ തസ്ലീമൻ, സ്വലാത്തായിട്ടും സലാമായിട്ടും. ആ സ്വലാത്തും സലാമും നമുക്ക് വെളിച്ചം നൽകും. എല്ലാവിധ ഇരുട്ടിനും ഇത് വെളിച്ചം നൽകും. പിന്നെ സ്വലാത്തുല്ലാഹി ഫീ കുല്ലി തുർഫത്തിൻ ബിഹാ യൽതഖിൽ അഅദാഉ മിൻ ഹദ്റതി ബത്ശാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മേലുണ്ടായിട്ട് സ്വലാത്തുല്ലാഹി, അല്ലാഹുവിന്റെ സ്വലാത്ത് ഫീ കുല്ലി തുർഫത്തിൻ, ഓരോ കണ്ണിന്റെ ഇമവെട്ടലിലും, ഓരോ സെക്കൻഡിലും എന്നർത്ഥം. ഫീ കുല്ലി തുർഫത്തിൻ, ഓരോ ഇമവെട്ടലിലും. ഇമവെട്ടൽ, തുർഫത്ത് ഐൻ, കണ്ണിന്റെ ഇമവെട്ടൽ, അതായത് ഒരു സെക്കൻഡിലും എന്നുദ്ദേശാർത്ഥം. ഫികുല്ലി തുർഫത്തിന്റെ എല്ലാ ഇമവെട്ടലിലും. ഇവിടെ ഇമവെട്ടൽ എന്നതുകൊണ്ട് ഉദ്ദേശം സെക്കൻഡാണ്. ഫികുല്ലി ലഹ്ളത്തിൻ, ഒരു സെക്കൻഡിലും എന്നർത്ഥം. ആ സ്വലാത്ത് കൊണ്ട് യൽതഖിൽ അഅദാഉ, എന്റെ ആ സ്വലാത്ത് കൊണ്ട് യൽതഖിൽ അഅദാഉ, ശത്രുക്കൾ അഭിമുഖീകരിക്കും മിൻ ഹളറത്തി, എന്റെ സാന്നിധ്യത്തിൽ നിന്ന്, ബത്ഷൻ, പിടികൂടലിനെ. എന്റെ സ്വലാത്ത് കൊണ്ട് ഒരു ശത്രുവിനും എന്റെ അടുത്ത് എന്നോട് അടുക്കാൻ പറ്റില്ല. പിടികൂടും. ബത്ഷ്, പിടികൂടും, ശിക്ഷ. നിന്റെ മേൽ അടുത്ത ഒരു ശത്രുവും നിന്റെ മേൽ അടുക്കൂല. അടുത്താലോ ഓനെ പിടികൂടും. എന്തുകൊണ്ട്? എന്റെ മേൽ അത്രയും വലിയ സ്വലാത്തിന്റെ കൂടെ ഉണ്ട്. സ്വലാത്ത് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്.
അതാണ് അബദിന് പ്രധാനം. യമനങ്ങാട് ഏനിക്കുട്ടി മുസ്ലിയാർ എന്നതിനെ പറ്റി ശൈഖുനാ ശംസുൽ ഉലമ റഹിമഹുല്ലാഹ് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. യമനങ്ങാട് ഏനിക്കുട്ടി മുസ്ലിയാർ എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ കാലത്ത് യാത്ര ചെയ്യുമ്പോൾ ബ്രിട്ടീഷ് പോലീസുകാർ രാത്രി പിടികൂടി. അക്കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ രഹസ്യ യോഗങ്ങളൊക്കെ നടക്കുന്ന കാലം. എന്തോ ഒരു ദിക്റിന്റെ മജ്‌ലിസിന്ന് കഴിഞ്ഞ വീട്ടിലേക്ക് പോവാം. ആ പോലീസ് ചോദ്യം ചെയ്തു, എവിടുന്ന് വരും? ഞാൻ മജ്‌ലിസ് വരികയാണ്. അപ്പൊ പോലീസ് എന്തോ ഒരു യോഗത്തിൽ കൂടിയ ആളാണെന്ന് മനസ്സിലായി. പോലീസ് പിന്നെയും ചോദ്യം ചെയ്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വല്ലാതെ കളിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ വിട്ടു തരാൻ നല്ലത്, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പട്ടാളത്തിൽ. അപ്പോൾ ബ്രിട്ടീഷ് പോലീസുകാർക്ക് ഉറപ്പായി ഇത് ശത്രു തന്നെ, ആരുണ്ട്? അപ്പോൾ പോലീസ് വിസിലടിച്ചു. നൈറ്റ് പട്രോളിങ്ങിന് ഇറങ്ങിയ മറ്റുള്ള പോലീസുകാരും ബ്രിട്ടീഷ് പട്ടാളക്കാരും ഓടി വന്നു. അപ്പോൾ അദ്ദേഹം കൈകൊണ്ട് ശൈഖുനാ ശംസുൽ ഉലമ റഹിമഹുല്ലാഹ് കാണിച്ചത് ഞാൻ പറയും. അദ്ദേഹം കൈകൊണ്ടടിച്ചു. അപ്പോൾ കൂർനരികളും ചെന്നായകളും ബ്രിട്ടീഷ് പട്ടാളത്തിൽ വന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് നമ്മൾ വിചാരിച്ച ഒരാൾ അല്ല. പിന്നെ മാപ്പ് പറഞ്ഞ് പോലെ കൊണ്ടേ മനസ്സിലാണ്ട് പറഞ്ഞത് അതാണ് പിടികൂടുക. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റസൂൽ ഒരാളാണ്, അയാളെ തൊടാൻ ശത്രുവിന് കഴിയില്ല. ശത്രുവായി മുന്നോട്ട് വന്നാൽ ശത്രുവിന് പിടികൂടപ്പെടും എന്നർത്ഥം. അലൈഹി സ്വലാത്തുല്ലാഹി റസൂലുള്ളാഹിന്റെ മേൽ ഉണ്ടാകട്ടെ സ്വലാത്തുല്ലാഹി അല്ലാഹു സ്വലാത്തു ഫീ കുല്ലി തുർഫത്തിൻ, ഓരോ ഇമവിട്ടില്ല, അതായത് ഓരോ സെക്കൻഡിലും. ബിഹാ, ആ സ്വലാത്ത് കൊണ്ട് യൽതഖിൽ അഅദാഉ, ശത്രു അഭിമുഖീകരിക്കും, മിൻ ഹദ്റത്തി, എന്റെ സാന്നിധ്യത്തിൽ. ബത്ഷൻ, പിടികൂടലിനെ. ഏത് ശത്രും എന്റെ സാന്നിധ്യത്തിൽ പിടികൂടലിനെയാണ് അഭിമുഖീകരിക്കുക. അത് എന്നോട് കളിച്ചാൽ അവനെ പിടികൂടും, ശിക്ഷിക്കും എന്നർത്ഥം. പിന്നെ അലൈഹി മഅല്ലാലിൽ കിറാമി ബിസ്വഹ്ബിഹി സലാത്തൻ മിനൽ മൗലാ തർശു ബിഹി റശാ. അലിയാൻ നബിയുടെ മേലുണ്ടാകട്ടെ മഅല്ലാലി ഇക്റാമി, മഹന്മാരായ ആലോടുകൂടെയായ സ്ഥിതിയിൽ വസഹബി, അവിടുത്തെ സഹാബിനും ആലിനോടുകൂടെയും സഹബിനോടുകൂടെയും നബിയുടെ മേലുണ്ടാകട്ടെ സ്വലാത്തിനൊരു സ്വലാത്ത്. മിനൽ മൗലായിൽ നിന്നുള്ള സ്വലാത്ത് തുർശു ബിഹാ റശാ, ആ സ്വലാത്ത് എല്ലാ സഹായത്തെയും ചൊരിഞ്ഞു തരുന്ന സ്വലാത്താണ്. തുർശു ബിഹാ സ്വലാത്ത് ബിദറും ബിഹാ തുർശു ബിഹാ റശാ, സ്വലാത്ത് കാരണമായിട്ട് തുർശു ബിഹാ റശാ, ഒരു തരം ബിദറല്ല, അത് ബിദറും എന്നാൽ സഹായിക്കും, ഏതൊരുമേയും ആ സ്വലാത്ത് സഹായിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം. عليه مع الآل الكرام وصحبه صلاة من المولى ترشو بها الرشاء. صلاة ولصلاة عليه مع الآل الكرام, അല്ലാഹു റസൂൽ മേൽ ഉണ്ടാകട്ടെ മഅൽ ആലിൽ കിറാം, ആലിൽ കിറാം, ബഹുമാന്യരായ ആലോടുകൂടെയായ നിലയിൽ, വസ്ഹബി, അവിടുത്തെ സഹാബത്തിനോട് കൂടെയായ നിലയിലും. സലാത്തിന് ഒരു സലാത്ത് ഉണ്ടാകട്ടെ മിനൽ മൗല, മൗലയായ ഉടമക്കാരനിൽ നിന്ന്, അല്ലാഹുവിൽ നിന്ന്. ആ സ്വലാത്ത് കാരണമായിട്ട് അതിങ്ങനെ സഹായത്തെ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും എന്നർത്ഥം. അതെപ്പോഴും നമ്മളെ സഹായിച്ചു, ആ സ്വലാത്ത് സഹായിച്ചുകൊണ്ടേയിരിക്കും. قديما أتاني نوره حيثما رشا أتاني هواه قبل أن نعرف الهوى فإني محب المصطفى الدهر ما غشا عليه صلاة ربه حق قدره بها حيثما ألقى الأمين العلي بشا عليه صلاة ربه حق قدره مدى الدهر من عبد قديم له هشا عليه صلاة الله ثم سلامه صلاة تزين العبد والترس والنقشا ومن عاش يوما باحتراف وحكمة فإني بذكر للحبيب يرى العيشا عليه صلاة الله ثم سلامه ألقى الذي يورث الطيشا على الدرة البيضاء يزكى صلاته صلاة وتسليما تضيء لنا الغطشا عليه صلاة الله في كل طرفة بها يلتقي الأعداء من حضرتي بطشا
عليه مع الآل الكرام وصحبه صلاة من المولى ترشو بها رشا ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم